എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവൻ നിഷ്കർഷിച്ച വിവാഹം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അവ്യയൻ ശിവനുമാദിദേവിയും ദിവ്യരാം ഗുരുമനുക്കൾ ദേവരും ഭവ്യമേകുക കനിഞ്ഞു നിത്യമി നവ്യദമ്പതികൾ മേലനാരദം. രമ്യമാം മിഥുനമേ വിവാഹമാം ധർമ്മപാശമിതു നിത്യമോർക്കുവിൻ. തമ്മിലുണ്മയൊടു നിങ്ങളൊപ്പമായി ശർമ്മപീഡകൾ പകുത്തു വാഴുവിൻ. കാണി കൽമഷവുമെന്നി സൗഹൃദം പേണുവിൻ ധരയിൽ 100 വത്സരം. പ്രാണനും തനുവുമെന്ന പോലവേ വാണു നിങ്ങൾ പുരുഷാർത്ഥമേലുവിൻ. വധുവിനെയും വരനെയും നിശ്ചയിക്കുന്നത് ഗുരുകുലത്തിൽ വച്ച് ആയിരിക്കണം എന്ന് ഗുരു ഉപദേശിക്കുന്നു. വിവാഹകർമ്മം അവിടെ വെച്ചോ, അതായത് ഗുരുകുലത്തിൽ വച്ചോ ദേവാലയത്തിലോ വച്ച് നടത്താവുന്നതാണ്. വിവാഹത്തിന് 10 ബന്ധുക്കൾ മതിയാവും. വരൻ്റെ മാതാവും പിതാവും വധുവിൻ്റെ അച്ഛനും അമ്മയും ഇവരുടെ 2 ബന്ധുക്കളും 2 സുഹൃത്തുക്കളും ആചാര്യനും പിന്നെ പുരോഹിതനും മാത്രം. സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യരുത്. അത് സന്താനങ്ങളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിന് തുല്യമാണ്. ഒരു കന്യകയെ ഒരാൾക്ക് വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ചതിന് ശേഷം അന്യൻ്റെ വധുവായി അയക്കുന്നത് ധർമ്മഭംഗമാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് ദുർഗതി ഫലമായി വരും. ഹൃദ്രോഗം, കുഷ്ഠം, ക്ഷയം, കാസം തുടങ്ങിയ രോഗമുള്ളവർ വിവാഹം കഴിക്കാനേ പാടില്ല. നിത്യദാരിദ്ര്യത്തിൽ കഴിയുന്നവരും വിവാഹം ഒഴിവാക്കേണ്ടതാണ്. വിവാഹശേഷം സാംക്രമിക രോഗമുണ്ടായാൽ സന്താനോൽപാദനം ഒഴിവാക്കുകയാണ് നല്ലത്. ഗൃഹസ്ഥാശ്രമി പഞ്ചധർമ്മങ്ങളും പഞ്ചശുദ്ധിയും ആചരിക്കേണ്ടതാണ്. പഞ്ചമഹായജ്ഞങ്ങളും അവർ പാലിക്കണം. ധർമ്മം തെറ്റാതെ ജീവിക്കുന്ന ഗൃഹനാഥൻ ദേവേന്ദ്രസമൻ തന്നെ എന്നാണ് വിവക്ഷ. പഞ്ചമഹായജ്ഞങ്ങൾ: 1 ബ്രഹ്മയജ്ഞം, 2 പിതൃയജ്ഞം, 3 ദേവയജ്ഞം, 4 ഭൂതയജ്ഞം, 5 മനുഷ്യയജ്ഞം. ഇതാണ് പഞ്ചമഹായജ്ഞങ്ങൾ. ജപിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക ഇവ ബ്രഹ്മയജ്ഞങ്ങളാണ്. പിതൃക്കളെ സ്മരിച്ച് തർപ്പണം ചെയ്യുന്നത് പിതൃയജ്ഞം. ദേവപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ദേവയജ്ഞത്തിൽപ്പെടും. ജീവജാലങ്ങൾക്ക് ആഹാരവും ജലവും നൽകുന്നവൻ ഭൂതയജ്ഞം ചെയ്യുന്നു. ആർത്തന്മാർ, വർണ്ണാശ്രമികൾ, ഭൃത്യന്മാർ ഇവരെ വേണ്ട പോലെ പരിചരിക്കുന്നതാണ് മാനുഷയജ്ഞം. പാകം ചെയ്യുന്ന ആഹാരം ഇപ്രകാരം യജ്ഞങ്ങൾക്കു കൂടി വിനിയോഗിക്കാതെ ആഹരിക്കുന്നവൻ നിന്ദ്യനാണ്. പിതൃക്കൾക്കും ദേവന്മാർക്കും അതിഥികൾക്കും കുടുംബ ബന്ധുക്കൾക്കും ആർത്തന്മാർക്കും വേണ്ടി ധർമ്മം ചെയ്യുന്നവർ ധർമ്മിഷ്ഠരിൽ ഉത്തമൻ തന്നെയാണ്. അവർ മഹർഷിയേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് തന്നെ പറയാം. ഗർഭിണിയായ സ്ത്രീ ശുദ്ധമായ പാലും ശുദ്ധ ആഹാരവും കഴിച്ച് നല്ല കഥകൾ കേട്ട് നല്ല ചിന്തകളോടുകൂടി സന്തോഷവതിയായി കഴിയണം. ദുർജന വൃത്താന്തങ്ങൾ കേൾക്കുകയോ വിചാരിക്കുകയോ ചിന്തിക്കുകയോ പാടില്ല. സർവലക്ഷണയുക്തനും ബുദ്ധിമാനും ഗുണവാനുമായ സൽപുത്രന് ജന്മം നൽകാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിയണം. ആശ്രമങ്ങളിൽ വച്ച് ഏറ്റവും ഉത്തമം ഗൃഹസ്ഥാശ്രമമാണ്. ഈ ആശ്രമത്തിൽ കഴിയുമ്പോഴാണ് സമുദായ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും രാഷ്ട്രത്തിൻ്റെ ഉത്കർഷത്തിന് വേണ്ടി പ്രവർത്തിക്കാനും കഴിയുന്നത്. ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഗൃഹസ്ഥാശ്രമിയായ പൗരനിൽ കൂടിയാണ്. ഗൃഹസ്ഥാശ്രമധർമ്മങ്ങളെ ആചരിക്കാത്ത ജനതയ്ക്ക്
ഉത്കർഷവും ശക്തിയും നശിക്കാൻ ഇടവരും. ബുദ്ധിമാനായ പുരുഷൻ ധർമ്മത്തെ ഉദാസീനമായി കൈകാര്യം ചെയ്ത് ലോകത്തിന് ഉപദ്രവമുണ്ടാക്കാതെ ധർമ്മനിർവഹണം ഭംഗിയായി നടത്തി പ്രാപഞ്ചിക ജീവിതം മഹത്തരമാക്കുന്നു. അവൻ സമൂഹത്തിനും വീടിനും രാഷ്ട്രത്തിനും നന്മ നൽകി മുക്തനുമാകുന്നു. വ്യവസ്ഥയില്ലാതെ ജീവിക്കുന്നവന് അപകർഷം സംഭവിക്കുകയും സമൂഹത്തിന് തന്നെ ഉപദ്രവകാരിയായി തീരുകയും ചെയ്യുന്നു. അവൻ വീണ്ടും ജനിക്കുന്നു. അടുക്കും ചിട്ടയുമില്ലാതെ ജീവിക്കുന്നവൻ വീടിനും നാടിനും സമൂഹത്തിനും ഭാരം തന്നെയാണ്. കുടുംബ ബന്ധുക്കളായ ഗുരുജനങ്ങൾ നവദമ്പതികളെ അനുഗ്രഹിക്കുകയും ഉപദേശിക്കുകയും ചെയ്യണം. ബന്ധുക്കൾ അവരോട് സ്നേഹപൂർവം പെരുമാറുകയും അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതെയും ദുസ്വാതന്ത്ര്യം കണ്ടാൽ അനുനയത്തിൽ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും വേണം. കുടുംബ ബന്ധുക്കളിൽ നിന്നും ഉപദ്രവം ഉണ്ടെങ്കിൽ പ്രത്യേകം മാറി താമസിക്കുക തന്നെ വേണം. സുഖവും ദുഃഖവും ദമ്പതികൾ ഒരുപോലെ പങ്കിട്ട് അനുഭവിക്കണം. പരസ്പര വിശ്വാസം ഉണ്ടാവണം. തെറ്റുകൾ പരസ്പരം പറഞ്ഞ് തിരുത്തി സന്തോഷപൂർവം ജീവിക്കണം. കൂടുമ്പോൾ ഇമ്പം തോന്നുന്ന ഇടമാണ് കുടുംബം. അല്ലാതെ കുടുംബത്തിൽ ഒത്തുകൂടുമ്പോൾ കലഹിച്ച് ഗൃഹം നരകമാക്കരുത്. പരസ്പരം സ്നേഹിച്ച് ദാമ്പത്യധർമ്മങ്ങൾ നന്നായി പാലിച്ച് കുടുംബത്തെ സ്വർഗമാക്കണം. വിശുദ്ധയായ, ബുദ്ധിമതിയായ, ചാരിത്രഗുണമുള്ള ഒരു സഹധർമ്മിണിയെ ലഭിക്കുന്ന പുരുഷൻ പരമഭാഗ്യവാനാണ് എന്ന് വേണം കരുതേണ്ടത്. കുടുംബിനി കുലീനയും വരവനുസരിച്ച് ജീവിക്കുന്നവളും സൽസ്വഭാവിയും ക്ഷമാശീലയും ഭർത്താവിനും ഈശ്വരനിലും ഭക്തി ബഹുമാനങ്ങൾ ഉള്ളവളുമാണെങ്കിൽ കുടുംബജീവിതം സ്വർഗം തന്നെ, സംശയിക്കേണ്ടതില്ല. പതിവ്രതാധർമ്മം സ്വയം കാത്തുസൂക്ഷിക്കുന്നവൾ വീടിന് ദീപം തന്നെയാണ്. അവൾ ഹൃദ്യമായ സൗശീല്യം പ്രസരിപ്പിക്കുന്നവളായിരിക്കും. കൊടുങ്കാറ്റിൽ ഇളകാത്ത ദീപം പോലെ സർവപ്രകാരത്തിലും വീടിൻ്റെ മഹാലക്ഷ്മിയായിരിക്കും. ഗൃഹനായികയോടൊപ്പം പരസ്പരം സഹകരിച്ച് സഹായിച്ച് ഔചിത്യപൂർവം ജീവിക്കുന്നവൻ സർവമംഗളങ്ങളും നേടി അഭിലാഷസിദ്ധിയും സാധിച്ച് നിത്യാനന്ദം നേടും. പുനർവിവാഹത്തെക്കുറിച്ച് ഗുരു പറയുന്നത്, ഗൃഹസ്ഥാശ്രമം തുടരാൻ ആഗ്രഹവും യൗവനവുമുണ്ടെങ്കിൽ വളരെ ആലോചിച്ച ശേഷം പുനർവിവാഹം നടത്താം. ഒന്നിലധികം പുനർവിവാഹം കഴിക്കുന്നവൻ്റെ ജീവിതത്തിലെ പുണ്യം നശിച്ച് പാപിയായിത്തീരും. സ്ത്രീ പുരുഷന്മാരുടെ പരസ്പര അനുരാഗം കണക്കിലെടുത്തു വേണം പുനർവിവാഹം നടത്തേണ്ടത്. രോഗമില്ലാത്ത സന്താനലബ്ധിക്ക് വേണ്ടി വിവാഹത്തിനു മുൻപ് സ്ത്രീ പുരുഷന്മാരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടതാണ്. മാതാപിതാക്കൾ സന്താനങ്ങൾക്ക് ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടതാണ്. അവ്യയൻ ശിവനുമാദിദേവിയും ദിവ്യരാം ഗുരുമനുക്കൾ ദേവരും ഭവ്യമേകുക കനിഞ്ഞു നിത്യമി നവ്യദമ്പതികൾ മേലനാരദം. രമ്യമാം മിഥുനമേ വിവാഹമാം ധർമ്മപാശമിതു നിത്യമോർക്കുവിൻ. തമ്മിലുണ്മയൊടു നിങ്ങളൊപ്പമായി ശർമ്മപീഡകൾ പകുത്തു വാഴുവിൻ. കാണികൽമഷവുമെന്നി സൗഹൃദം പേണുവിൻ ധരയിൽ 100 വത്സരം. പ്രാണനും തനുവുമെന്ന പോലവേ മാണു നിങ്ങൾ പുരുഷാർത്ഥമേലുവിൻ.